നമസ്കാരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 വൈജ്ഞാനിക പുരസ്കാര വിതരണവും വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്ന ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഔപചാരിക പരിപാടികൾ ആരംഭിക്കുന്നു. സ്വാഗത പ്രസംഗത്തിനായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യനെ സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സർ, വി കെ പ്രശാന്ത് MLA അവർ, ആരാധ്യയായ ആര്യ രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ളവരെ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിനമാണിന്ന്. കഴിഞ്ഞ വർഷം മുതൽ നടപ്പിലാക്കിയിട്ടുള്ള 3 വൈജ്ഞാനിക പുരസ്കാരങ്ങളുടെ വിതരണമാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്നിവിടെ നിർവഹിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഇന്നത്തെ വെബ് പോർട്ടൽ, നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയിട്ടുള്ള വെബ് പോർട്ടൽ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കും. അടിയന്തരമായിട്ട് പോകാനുള്ളത് കൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ആദ്യം തന്നെ ഈ യോഗം നിയന്ത്രിക്കുന്നത് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സഖാവാണ്. ശിവൻകുട്ടി സഖാവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് 3 പുരസ്കാരങ്ങളാണ്. വൈജ്ഞാനിക പുരസ്കാരം ഗോപി കൃഷ്ണനാണ്. ട്രാൻസ്ലേഷൻ വിവർത്തനത്തിനുള്ള പുരസ്കാരം തസ്ലീമയ്ക്കാണ്. ട്രാൻസ്ലേഷനുള്ള പുരസ്കാരം ശാന്തിക്കാണ്. ഗവേഷണ പുരസ്കാരം തസ്ലീമയ്ക്കാണ്. 3 പേരും എത്തിയിട്ടുണ്ട്. ഈ പുരസ്കാരം വിതരണം ചെയ്യുന്നത്, വെബ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏറെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവാണ്. സ്നേഹപൂർവ്വം ആദരപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ആശംസ നേരാൻ ചേർന്നിട്ടുള്ള അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, ബഹുമാനപ്പെട്ട MLAയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. യോഗത്തിൽ ആശംസ അർപ്പിക്കുന്ന തിരുവനന്തപുരത്തിന്റെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അല്പസമയത്തിന് ശേഷം എത്തിച്ചേരുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർകളെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളെ സാദരം ക്ഷണിക്കുന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വർഷത്തെ വൈജ്ഞാനിക പുരസ്കാര വിതരണത്തിനും വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുമായി കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമായി NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം PN ഗോപി കൃഷ്ണൻ. അവാർഡും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ PN ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന ഗ്രന്ഥമാണ് ഈ വർഷത്തെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. PN ഗോപികൃഷ്ണന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേരള സർക്കാരിന്റെയും അഭിനന്ദനങ്ങൾ. കൊടുങ്ങല്ലൂർ സ്വദേശിയായ PN ഗോപികൃഷ്ണൻ കവിയും തിരക്കഥാകൃത്തുമാണ്. കേരള അടുത്തതായി ഡോക്ടർ KM ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം
സ്വീകരിക്കുന്നതിനായി ഡോക്ടർ തസ്ലിമ ടി. പാലക്കാട് സ്വദേശിയായ ഡോക്ടർ ടി തസ്ലിമയ്ക്കാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വർഷത്തെ ഡോക്ടർ കെ എം ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കെ ജി ജോർജിന്റെ ചലച്ചിത്രങ്ങളെ മുൻനിർത്തി കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നാണ് തസ്ലിമ PhD നേടിയത്. ഡോക്ടർ ടി തസ്ലിമയ്ക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേരള സർക്കാരിന്റെ അടുത്തതായി MP കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരത്തിനായി ഡോക്ടർ എസ് ശാന്തി. ആദിവാസികളുടെ കാർഷിക സംസ്കാര സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഡോക്ടർ എസ് ശാന്തിക്കാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ MP കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സാലിം അലിയുടെ വേർഡ്സ് ഫോർ ബേർഡ്സ് എന്ന കൃതിയുടെ വിവർത്തനമായ കിളിമൊഴി പക്ഷികൾക്കു വേണ്ടി 35 ഭാഷണങ്ങൾ എന്ന ഗ്രന്ഥമാണ് ഡോക്ടർ ശാന്തിയെ ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 100 ദിന പരിപാടിയിൽ ഉൾപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ നിർവഹിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള വൈജ്ഞാനിക പുരസ്കാര വിതരണവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവുമാണ് ഇവിടെ ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. എല്ലാ പുരസ്കാര ജേതാക്കളെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. ഇത്തവണത്തെ വൈജ്ഞാനിക പുരസ്കാരങ്ങൾക്ക് അർഹരായിരിക്കുന്നത് നമ്മളിവിടെ കണ്ടതുപോലെ 3 പേരാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ അധ്യക്ഷനായിരുന്ന ശ്രീ NV കൃഷ്ണവാര്യരുടെ പേരിലുള്ള വൈജ്ഞാനിക പുരസ്കാരം ശ്രീ BN ഗോപികൃഷ്ണനും, കവി, ചരിത്രകാരൻ, പത്രാധിപർ, അധ്യാപകൻ തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തിത്വം കൃഷ്ണവാര്യരുടെ പേരിലുള്ള പുരസ്കാരമാണ് ശ്രീ ഗോപികൃഷ്ണന് സമർപ്പിച്ചു കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പുസ്തകമാണ് ഈ പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത്. NVയെ പോലെ തന്നെ കാവ്യലോകത്ത് മാത്രമായി തൻ്റെ ഇടപെടലുകൾ ചുരുക്കാത്ത ശ്രീ PN ഗോപികൃഷ്ണൻ്റെ കൈകളിലേക്ക് NVയുടെ പേരിലുള്ള പുരസ്കാരം എത്തിച്ചേർന്നതിൽ തികഞ്ഞ ഔചിത്യ ഭംഗിയുണ്ട്. എഴുത്തുകാരനും ഭാഷാവിദഗ്ധനുമൊക്കെയായിരുന്ന ഡോക്ടർ KM ജോർജിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള ഗവേഷണ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ഡോക്ടർ ടി തസ്ലീമിയാണ്. ഗവേഷണ രംഗത്ത് കൂടുതൽ സംഭാവനകൾ നൽകാനും ഡോക്ടർ KM ജോർജിനെ പോലുള്ളവർ ഏറ്റെടുത്ത ഭാഷാ പരിപോഷണ പ്രവർത്തനങ്ങൾക്ക് മികവുറ്റ സംഭാവന നൽകാനുമുള്ള പ്രോത്സാഹനമായി ഈ പുരസ്കാരം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചരിത്രകാരനും ഗവേഷകനും എഴുത്തുകാരനുമായിരുന്ന MP കുമാരൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള വിവർത്തന പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ഡോക്ടർ എസ് ശാന്തിയാണ്. കൂടുതൽ ഇതര ഭാഷാ കൃതികൾ മലയാള ഭാഷയ്ക്ക് പരിചയപ്പെടുത്താനുള്ള പ്രോത്സാഹനമായി ഈ പുരസ്കാരം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പുരസ്കാര ജേതാക്കളെ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായും അറിയിച്ചുകൊണ്ട്
അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. അടിയന്തരമായി മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദി വിടുകയാണ്. അതിനു മുൻപായിട്ട് നമ്മുടെ ജീവനക്കാരനായ ഷമീർ വരച്ച മുഖ്യമന്ത്രിയുടെ ഛായാചിത്രം അദ്ദേഹത്തിന് കൈമാറുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ, ശ്രീ PN ഗോപികൃഷ്ണൻ, ഡോക്ടർ T തസ്ലിമ, ഡോക്ടർ S ശാന്തി എന്നീ അവാർഡ് ജേതാക്കളെ അവരെ അങ്ങേയറ്റം സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം MLA അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ സസ്നേഹം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകൾ, പരിപാടി ഉദ്ഘാടനം ചെയ്ത കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഡോക്ടർ സത്യൻ, ഇന്നത്തെ ബഹുമാന്യരായിട്ടുള്ള അവാർഡ് ജേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ അവാർഡ് വിതരണം ചെയ്ത് അദ്ദേഹം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് നേരത്തെ തന്നെ വേദിയിൽ നിന്ന് പോയത്. അവാർഡ് ജേതാക്കളായിട്ടുള്ള ശ്രീ PN ഗോപികൃഷ്ണൻ, ഡോക്ടർ തസ്ലിമ, ഡോക്ടർ S ശാന്തി എന്നിവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കേരളത്തെ ഒരു വൈജ്ഞാനിക സംസ്ഥാനമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമം ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ചാലകശക്തിയായി മുന്നോട്ട് പോകുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ഉൾപ്പെടെ നൽകിക്കൊണ്ട് കേരളത്തിന്റെ അത്തരമൊരു വികസനത്തിന് അടിത്തറയിടുക കൂടിയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു വരുന്നത്. തീർച്ചയായിട്ടും ഈ പുരസ്കാരങ്ങളും ആ നിലയിലാണ് സ്വീകരിക്കപ്പെടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ ഭാവി വികസനത്തിന്റെ ഒരു പ്രമുഖമായിട്ടുള്ള സ്ഥാനം ഈ വൈജ്ഞാനിക സമൂഹത്തിനാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണുകയാണ്. തീർച്ചയായിട്ടും അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇനിയും സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിരവധിയായിട്ടുള്ള പുതിയ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു കാര്യമാണ്. വെബ് പോർട്ടൽ അടക്കമുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കടന്നു വരികയാണ്. അടിസ്ഥാന സൗകര്യങ്ങളും പുതുതായി വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലായി മാറും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരം നേടിയ ശ്രീ PN ഗോപികൃഷ്ണനെയും ഡോക്ടർ KM ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം നേടിയ ഡോക്ടർ T തസ്ലിമയെയും MB കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം നേടിയ ഡോക്ടർ S ശാന്തി അവർകളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് എന്റെ ആശംസാ പ്രസംഗം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ പുരസ്കാര ജേതാക്കൾക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. ആദ്യമായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇക്കൊല്ലത്തെ NV കൃഷ്ണവാര്യർ വൈജ്ഞാനിക പുരസ്കാരത്തിന് അർഹനായ ശ്രീ PN ഗോപികൃഷ്ണനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തോടെയും ഇത്തിരി അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 10 വർഷം പണിപ്പെട്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന പുസ്തകം എഴുതി പൂർത്തിയാക്കിയത്. കേരളം പോലെ ഒരു സ്ഥലത്ത് അത്തരം ഒരു പ്രവർത്തനത്തിന് അത് സ്വീകരിക്കാനും അതിന്
അർഹമായ സ്ഥാനം നൽകാനൊക്കെ ഉള്ള സാധ്യത ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അഭിമാനം എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ പുസ്തകത്തിന് ഒരു പുരസ്കാരം കിട്ടിയതിനല്ല, മറിച്ച് അത്തരമൊരു പുസ്തകം കേരളീയർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും അതിനുശേഷം അതിന് പുരസ്കാരങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതിനാണ്. ഞാൻ ഒരു അധ്യാപകനല്ല, അല്ലെങ്കിൽ അക്കാദമിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല. അതുകൊണ്ടുകൂടിയാണ് എനിക്ക് അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞത്. കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ഈ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അല്ലെങ്കിൽ നിരവധി തരത്തിലുള്ള ഒരു ജ്ഞാന വിതരണ കേന്ദ്രങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം. നവോത്ഥാനം പോലെ വലിയൊരു സാംസ്കാരിക സാമൂഹ്യ വിപ്ലവം നടന്നതിന് ശേഷമാണ് പുതിയൊരു കേരളം ഉണ്ടായത്. അതിനുശേഷം അത് രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയും കേരളത്തെ അങ്ങനെ ജനാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും ഒക്കെ കേരളത്തിലുണ്ടായി. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ തെരുവുകളും സർവകലാശാലയാക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ അറിവുകൾ മുഴുവൻ സമാഹരിച്ചത് തെരുവില് കേട്ട പ്രസംഗങ്ങളിൽ നിന്നാണ്. എൻ്റെ നാട്ടിൽ ഇപ്പോഴും ഈ ചന്തയിൽ ഒരിടത്ത് ഒരു മാഞ്ഞു പോവാത്ത ചുമരെഴുത്തുണ്ട്. ആ ചുമരെഴുത്ത് ഹംഗറി കൊലയാളികൾക്ക് വോട്ടില്ല എന്നാണ് ആ ചുമരിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രചരണമായിരുന്നു. പക്ഷേ അവിടെ പോലും അന്താരാഷ്ട്ര വിഷയങ്ങള് പ്രമേയമാക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാക്ഷരത കേരളത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ച എവിടെയെങ്കിലും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ആശയമില്ലാതാവുക എന്നാണ് അർത്ഥം. നമ്മുടെ രാജ്യത്ത് ഈ നടന്നു വരുന്ന ഒരു വലിയ പ്രക്രിയ എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദർശമായ മതേതരത്വം എന്ന് പറയുന്ന ആദർശം പതുക്കെ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൺമുമ്പിലാണത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ ചെറുക്കുക എന്ന് പറയുന്നത് ഭാരതത്തിലെ പൗരൻ എന്നുള്ള നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നി. അതിന്റെ കാരണം ഈ ജനാധിപത്യം എന്ന ആശയത്തെക്കുറിച്ച് അംബേദ്കർ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഭരണഘടന കൊണ്ടുവന്നതിന് ശേഷം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ദർശനം ഉണ്ട്. ആ ദർശനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ജനാധിപത്യം മാത്രമല്ല. 5 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനുള്ള അർഹത, ഇത് മാത്രമല്ല നമുക്ക് ജനാധിപത്യപരമായിട്ടുള്ള കടമയും ഉത്തരവാദിത്വവും. മറിച്ച് ജനാധിപത്യം എന്നത് ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായി നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ബന്ധം തുല്യതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള ഒരു ഉപാധിയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സാമൂഹ്യമായ കെട്ടുറപ്പാണ് യഥാർത്ഥത്തില് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ സാമൂഹിക പ്രാധാന്യം അവിടെയാണ്. മറ്റത് ടെക്നിക്കൽ ആയിട്ടുള്ള സംഗതിയാണ്. 5 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കുന്നു, കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾക്കാർ ജയിക്കുന്നു, അവർക്ക് ഭരണം കിട്ടുന്നു, അതൊക്കെ അതിന്റെ സാങ്കേതിക കാര്യമാണ്. അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞാൽ ജനത രാഷ്ട്രീയ ബോധം ഉള്ളതാവുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ഒരു ദൗത്യം ഒരു പക്ഷേ ഇപ്പോ ഇന്ത്യയിൽ അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പലതായി കൊണ്ട് അത് ചെതറിച്ച് കളഞ്ഞിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് നടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ ചെറുക്കുക എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് അത് ക്വിസ് മത്സരത്തിൽ ജയിക്കാനുള്ള ഒന്നല്ല, മറിച്ച് അത് വിതരണം ചെയ്യാനുള്ള ഒന്നാണ്. അത് ജനങ്ങളെ എംപവർ ചെയ്യിക്കേണ്ട, ജനങ്ങളെ ശാക്തീകരിക്കേണ്ട ഒന്നാണ് എന്ന ഒരു ദർശനത്തിലാണ് ഈ പുസ്തകം രചിച്ചത്. ഈ പുസ്തകം പ്രധാനമായിട്ട് ഊന്നുന്നത് ഇന്ന് ഏറ്റവും നമ്മെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ ചരിത്രം അനാവരണം ചെയ്യാനാണ് ഞാൻ ഈ പുസ്തകത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മുതൽ ഇങ്ങനെ പതുക്കെ പതുക്കെ മറാത്തയിലെ ഒരു കൂട്ടം ബ്രാഹ്മണർക്കിടയിൽ, ചിത്പാവൻ ബ്രാഹ്മണർക്കിടയിൽ ഉടലെടുത്ത ബ്രാഹ്മണിസം എങ്ങനെയാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ വളർന്ന് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമായി തീർന്നത് എന്ന അന്വേഷണമാണ്
രേഖകളുടെയും അതുപോലെ തന്നെ നിരവധി തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തിൽ ഏതാണ്ട് 750 പേജ് വരുന്ന പുറങ്ങളിലായിട്ട് അത് വിന്യസിക്കാൻ ശ്രമിച്ചത്. അതാണ് ഇപ്പോൾ പുരസ്കൃതമായിട്ടുള്ളത്. അപ്പം എൻ്റെ സന്തോഷം അറിയിക്കുന്നു. രണ്ടാമത്തെ കാര്യം, NVയുടെ പേരിലുള്ള പുരസ്കാരമാണ് കിട്ടിയത്. NV നിങ്ങൾക്കറിയാവുന്ന പോലെ കവി മാത്രമായിരുന്നില്ല, മറിച്ച് മലയാളികളുടെ എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തളച്ചിടപ്പെടുന്ന ആളുകളല്ല, മറിച്ച് സാംസ്കാരിക വ്യക്തിത്വങ്ങൾ ആണ് എന്ന മട്ടിലാണ് മലയാളി എഴുത്തുകാർ മുഴുവൻ. എല്ലാവർക്കും ഇപ്പോൾ കഥ എഴുതുന്ന ആള് കഥ മാത്രമല്ല എഴുതുക, കവിത എഴുതുന്ന ആള് കവിത മാത്രമല്ല എഴുതുക. അതിന്റെ കാരണം ഈ നവോത്ഥാനാണ് ഒരു സർവ്വതോന്മുഖമായ എഴുത്ത് വ്യക്തിത്വം എന്ന് പറയുന്ന രീതിയിൽ അത്തരം ഒരു കാര്യം സംഭാവന ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് NVയുടെ പേരിലുള്ള ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന മലയാളികളുടെ ഒരു ഗുരുനാഥ സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു കവിയുടെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഈ പുരസ്കാരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എടശ്ശേരി പറഞ്ഞ പോലെ കുനിഞ്ഞെങ്കിൽ ഒരു പിലാവില പെറുക്കാൻ കുടിച്ചിട്ടുണ്ട് ഒരു കിണ്ണം കൊഴുത്ത കഞ്ഞി എന്ന് പറയും. നമ്മൾ എത്ര ഒരു പിലാവില താഴെ നിന്ന് എടുക്കാൻ കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൊഴുത്ത കഞ്ഞി കിണ്ണം ഇപ്പോഴും കേരളത്തിൽ നിന്ന് കിട്ടും. ആ കേരളമാണ് നിലനിൽക്കേണ്ടത്. ആ കേരളത്തെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇത്ര മാത്രമാണ് പറയാനുള്ളത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇത്തരം ഒരു പുരസ്കാരം, മലയാളത്തിലെ വൈജ്ഞാനിക പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന പുരസ്കാരം ഏർപ്പെടുത്തി ഈ എഴുത്തുകാർക്കൊക്കെ വിലയുണ്ടാക്കി തരുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി. ഇനി ഈ വർഷത്തെ ഡോക്ടർ KM ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരത്തിന് അർഹയായ ഡോക്ടർ T തസ്ലിമയെ മറുവാക്കിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാറ് പറഞ്ഞതുപോലെ വളരെയധികം സന്തോഷവും അതിലേറെ അഭിമാനവും ഉള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അവാർഡ് മേടിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിഷയം KG ജോർജിൻ്റെ സിനിമകളിലെ ദൃശ്യ ശബ്ദ സങ്കേതങ്ങൾ, ആഖ്യാനവും അർത്ഥരൂപീകരണവും എന്ന വിഷയത്തിലാണ് ഞാൻ PhD ചെയ്തത്. അപ്പം നമ്മൾ പൊതുവേ ഇങ്ങനൊരു അവാർഡുകൾക്ക് പരിഗണിക്കുന്ന സമയത്ത് സിനിമ എന്നുള്ളത് ഈ സാഹിത്യ ഗവേഷണങ്ങളുടെ കൂടെ മറ്റൊരു തരത്തിലാണ് കാണുക, അതിനൊരു സെക്കൻഡറി ആയിട്ടാണ് കാണുക. അപ്പം ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഇതിൻ്റെ ഒരു ശ്രമത്തെ മാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവാർഡ് തന്നതിന് ഞാൻ ആദ്യമേ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള സത്യമാഷ്ക്ക് ഇതിൻ്റെ പ്രാധാന്യം ആരും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല, കാരണം മാഷും റിസർച്ച് ചെയ്തത് സിനിമയിലാണ്. അപ്പോൾ സിനിമ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്, അത് വെറും ഒരു വിനോദത്തിനുള്ള കലയാണോ, അതല്ലാതെ അത് ഒരു ഭാഷയായി കണ്ട് അതിന് മറ്റ് സാംസ്കാരിക വശങ്ങളും അല്ലെങ്കിൽ മറ്റു പല ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിനെ ഒരു ഭാഷയായി കണ്ട് നമ്മൾ വിലയിരുത്തിയാൽ ഒരു സാഹിത്യം നമ്മൾ എങ്ങനെ വായിക്കുന്നു, ഒരു കഥ എങ്ങനെ വായിക്കുന്നു, കവിത എങ്ങനെ വായിക്കുന്നു, അതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു എന്നതൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ നമുക്ക് സിനിമയും പഠിക്കാം എന്നുള്ളതായിരുന്നു ഞാൻ പ്രധാനമായിട്ടും ഊന്നിയിരുന്നത് റിസർച്ചിൽ. ഇതിൽ KG ജോർജിനെ ഞാൻ സവിശേഷമായി എടുത്ത് പഠിച്ചു എന്നുള്ളതാണ്. ഒരു 2 ഭാഗമായിട്ട് വളരെ ദൈർഘ്യമേറിയ ഒരു പ്രബന്ധമാണ് എൻ്റെ. എങ്ങനെ സിനിമയെ വായിക്കാം എന്ന് ആദ്യം വിശദീകരിക്കുന്നു, അതിനുശേഷം KG ജോർജിന്റെ പ്രധാനപ്പെട്ട സിനിമകളെ വിശദീകരിക്കുന്നു എന്നുള്ള ഒരു രീതിശാസ്ത്രമാണ് ഞാൻ അതിൽ പിന്തുടർന്നത്. ഒരു തരത്തിലൊരു പരീക്ഷണമായിരുന്നു എൻ്റെ. പ്രത്യേകിച്ച് ദൃശ്യശബ്ദ സങ്കേതങ്ങൾ അധികം ആരും തൊടാത്ത ഒരു മേഖലയായിരുന്നു, സാങ്കേതികമായിട്ട് എങ്ങനെ സിനിമയെ കാണാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ വെല്ലുവിളികളും കുറേ ഏറെയായിരുന്നു. കാരണം നമ്മളൊരു സിനിമയെ വിശദീകരിച്ചു കൊടുക്കാൻ, സിനിമ കാണാൻ, ഇപ്പൊ മെറ്റ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, സിനിമ വളരെ പെട്ടെന്ന് മനസ്സിലാവും, പക്ഷെ അതിനെക്കുറിച്ച് പറയാൻ വളരെ പ്രയാസമാണ്. വളരെ എളുപ്പം മനസ്സിലാവുന്ന ഒരു കലയാണ്, അതുകൊണ്ട് ജനപ്രിയമായിട്ടുള്ള ഒരു കലയാണല്ലോ. അപ്പൊ അതിനെ വിശദീകരിക്കൽ വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അത് ഞാൻ എൻ്റെ തീസിസിലും അനുഭവിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഒരു പക്ഷേ തീസിസുകളിൽ അധികം ഒന്നും പരീക്ഷിച്ചിട്ടില്ലാത്ത QR കോഡുകളൊക്കെ ഉപയോഗിച്ച് കണ്ട് വായിക്കാവുന്ന തരത്തിലാണ് ഞാൻ എൻ്റെ പ്രബന്ധത്തെ ചിട്ടപ്പെടുത്തിയത് എന്നുള്ളതാണ്. ആ പരീക്ഷണത്തെ അതിൻ്റെതായ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുകയും അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ലെങ്കിലും അതിന് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുകയും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു അവാർഡ് നൽകുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത
ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ജൂറി അംഗങ്ങൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ജൂറി അംഗങ്ങളാണ് എന്നുള്ളത് ഞാൻ അതിൻ്റെ പത്രവാർത്തയിൽ നിന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അവരുടെ ഒരു അംഗീകാരം കൂടി കിട്ടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമ്മളുടെ ഈ ഗവേഷണം എന്ന് പറയുന്നത് ഒരു ഒറ്റയാൾ പോരാട്ടം മാത്രമല്ല എന്ന് കരുതുന്ന ഒരാളാണ്. കാരണം എൻ്റെ ഇപ്പോൾ ഒരു 5 വർഷത്തെയോ 6 വർഷത്തെയോ 7 വർഷത്തെയോ ഒരു പരിശ്രമം അല്ല അത്. ഒരു 12-13 വർഷത്തോളം ഞാൻ കണ്ട അനുഭവങ്ങൾ, ഞാൻ കണ്ട സിനിമകൾ, അത് വായിച്ച പുസ്തകങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു അനുഭവ ശേഖരം ആ പുസ്തകത്തിലുണ്ട്. അതോടൊപ്പം എന്നെ ധാർമ്മികമായും മാനസികമായും വൈജ്ഞാനികമായും സ്വാധീനിച്ച ഒരുപാട് പേരുടെ പിന്തുണയും അതിനുണ്ട്. പ്രത്യേകമായിട്ട് പറയേണ്ടത് എൻ്റെ ഗൈഡായിട്ടുള്ള ഡോക്ടർ RP ആസാദാണ്. അദ്ദേഹം എനിക്ക് ഒരു ഗൈഡ് എന്ന നിലയിൽ എനിക്ക് വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഗവേഷണാന്തരീക്ഷം നൽകി എന്നുള്ളതാണ്. കാരണം മാഷ് ആരെ വേണമെങ്കിലും കണ്ട് നിനക്കുള്ള സോഴ്സ് ഉപയോഗിക്കാം. ഒരു ഗൈഡ് അത് പറയാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും അക്കാഡമിക് മേഖല നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെ ഒരു സ്പേസ് തന്നത് പിന്നെ ഡോക്ടർ RP ആസാദ് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഗവേഷണത്തെ പ്രോത്സാഹിപ്പിച്ച മാഷിനെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. മറ്റ് 2 പേർ, എനിക്ക് എടുത്ത് പറയേണ്ടുന്ന 2 പേർ എൻ്റെ കോ-ഗൈഡായിട്ടുള്ള RVM ദിവാകരനും മറ്റൊന്ന് സോമമാഷുമാണ്. ഇപ്പോൾ ഇവർ 2 പേരെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമയിൽ ആദ്യം മുതലേ താല്പര്യമുണ്ട് എന്ന് അറിയുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്ത് എൻ്റെ പ്രബന്ധത്തെ ഇത്രത്തോളം കെട്ടുറപ്പുള്ളതാക്കാൻ ഇവരുടെ കൂടെ ഒരു പരിശ്രമം അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മലയാളം മാതൃഭാഷയായിട്ടുള്ള ഒരാളല്ല. തമിഴാണ് എൻ്റെ മാതൃഭാഷ. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ എനിക്ക് ആദ്യമൊക്കെ വളരെ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെ തന്നെ ചില പ്രത്യേകതകളും അതിൻ്റെ മേന്മകളും അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളുകയും അത് ഗവേഷണത്തിൽ കൂടി പ്രയോജനപ്പെടുത്താൻ ഒക്കെ ഉപയോഗിക്കാനും ഒക്കെ സ്വാധീനിച്ച ഒരാൾ ഡോക്ടർ സോമമാഷാണ്. സോമാഷ് ആ തരത്തിൽ ഒരു ഭാഷാ പ്രവർത്തനം കൂടി ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ മലയാള ഭാഷ അതിലല്ലാത്ത ഒരാളെ മലയാള ഭാഷയിലേക്ക് അതിലേക്കൊരു സംഭാവന ചെയ്യാൻ പ്രാപ്തിയുള്ളതാക്കുക. ഇപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ മലയാളം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ കടന്നു വന്ന എൻ്റെ അധ്യാപകരുടെ ഒരു പരിശ്രമം കൂടിയുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഡോക്ടർ RVM ദിവാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയാമായിരിക്കും, സിനിമയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളറാണ്. അദ്ദേഹം പലപ്പോഴും എനിക്ക് ഈ പറഞ്ഞതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവിടെയൊക്കെ പോയി പഠിച്ച് നമുക്കിത് ചെയ്യുന്നതായിരിക്കും നന്നാവുക എന്നുള്ള രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേണ്ട പിന്നെ സഹായങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ അടുത്ത് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സംവാദാത്മകമായിരുന്നു എന്നുള്ളതാണ്. നമ്മളൊരു ഐഡിയോളജി അങ്ങോട്ട് പറയുന്ന സമയത്ത് അത് അവര് വളരെ അതിനെ ചർച്ച ചെയ്യും, അതിനെ ഖണ്ഡിക്കും, നമ്മൾ അതിന് ഒരു പ്രതിവിധി കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും. ഇങ്ങനെ നിരന്തരം ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രബന്ധമാണത്. അതിൽ തന്നെ എൻ്റെതായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഞാൻ എങ്ങനെ സ്ഥാപിക്കും എന്ന് എൻ്റെ അന്വേഷണം, അങ്ങനെ ഒരു നിരവധിയായിട്ടുള്ള പ്രോസസ്സുകളിലൂടെ കടന്നുപോയ ഒന്നായിരുന്നു. നമ്മൾ വളരെയധികം മെന്റലി വളരെ തകർന്നു പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരിൽ പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഫാത്തിമത്ത് റസ്ല, ബാബു ആന്റണി, ശങ്കർ, അങ്ങനെ ഒരുപാട് പേര്. അതായത് നമ്മൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ മാനസികമായ പിന്തുണയും നൽകി കൂടെ നിന്നിട്ടുണ്ട്. എൻ്റെ ജീവിത പങ്കാളി ഭരത് സുവർണൻ, അവരുടെ ഫാമിലി, ഒരുപക്ഷെ ഒരു പരമ്പരാഗതമായ ഒരു കുടുംബ ചുറ്റുപാടല്ല. ഞാനിപ്പം നമ്മളുടെ വിവാഹവും ആ തരത്തിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നും എനിക്ക് ഈ പറയുന്നത് പോലെ ഒരു 6 മാസമൊക്കെ ഞാൻ റിസർച്ചിന് വേണ്ടി മാത്രം മാറി നിൽക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അതിനുള്ള ഒരു എൻ്റെ വിദ്യാഭ്യാസം മാത്രം ആലോചിച്ച് അവരുടെ വീട്ടിൽ നിന്ന് എനിക്ക് തന്ന ഒരു പിന്തുണയുണ്ട്. ചേട്ടനും ഏട്ടത്തിയമ്മയും ഒക്കെ, അങ്ങനെ എല്ലാവരും എൻ്റെ ഒരു റിസർച്ചിൽ അതിൻ്റെ മാനസികമായിട്ടുള്ള ഒരു ആശ്വാസത്തിനും, അല്ലെങ്കിൽ ഞാൻ വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു റിസർച്ച് അന്തരീക്ഷത്തിൽ റിസർച്ച് ചെയ്യണം എന്നുള്ളതിന് ഇവർ എല്ലാവരും ഒരുമിച്ച് നിന്നതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ അവാർഡ് എന്ന് എനിക്ക് ഇവിടെ പറയണമെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അതിനൊരു അവാർഡ് തരികയും എന്നെ പോലെ ഉള്ള ഒരാളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് വളരെ നന്ദി പറയുന്നു. അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാം. ഞാൻ ഈ പറയുന്നത് പോലെ ഒരു യാഥാസ്ഥിതിക വളരെ ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബ ചുറ്റുപാടിൽ നിന്ന് വന്ന ആളാണ്. ഈ പറയുന്നത് പോലെ സഹോദരനെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ 2 ആളെ പഠിപ്പിക്കാനുള്ള ഒരു ശേഷിയില്ലാത്തത് കൊണ്ട് ഒരാളെ മാത്രം പഠിപ്പിക്കേണ്ട വന്ന ഒരു ജീവിതാവസ്ഥയാണ് എൻ്റെ. അമ്മ ഈ പറഞ്ഞ പോലെ ഒരു സിംഗിൾ പാരന്റിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ ഒരു ഔദാര്യത്തിലൊക്കെ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ റിമോട്ട് കൺട്രോളിലായിരുന്നു എന്ന് ഞാൻ എൻ്റെ ഓപ്പൺ ഡിഫൻസിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഒരു പക്ഷേ ഇങ്ങനെ സിനിമ ഇത്രയും അടുത്ത് അതിൻ്റെ സാങ്കേതിക വിഷയം തന്നെ സൂക്ഷ്മമായി പഠിക്കാൻ പറ്റി എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിത സമരത്തിൻ്റെ ഭാഗമായിട്ട് കൂടി കാണുകയാണ്. അതിനർഹിക്കുന്ന വില തന്ന എല്ലാവർക്കും, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതിൻ്റെ പിന്നണിയിലുള്ള എല്ലാവർക്കും, സത്യൻ മാഷിനും മറ്റ് ജൂറി അംഗങ്ങൾക്കൊക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാണ്. നന്ദി, നമസ്കാരം.
ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 MP കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരത്തിന് അർഹയായ ഡോക്ടർ എസ് ശാന്തിയെ മറുവാക്കിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷത്തോടെ, നന്ദിയോടെ, ഒരു അത്ഭുതത്തോടെ ആണ് എനിക്ക് ഈ പുരസ്കാരം കിട്ടി എന്ന് ഞാൻ അറിഞ്ഞത്. എന്നോട് അനുവാദമൊന്നും ചോദിക്കാതെ 2 ആൾക്കാർ ഇത് 4 പുസ്തകങ്ങൾ ഇവിടെ എത്തിക്കുകയും എനിക്ക് ഈ അവാർഡ് കിട്ടുന്നതിനുള്ള ബാക്കി പശ്ചാത്തല പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ 2 പേരെ, അവർക്ക് പേര് ചിലപ്പോൾ പറയാൻ ഇഷ്ടമുണ്ടോയെന്ന് അറിഞ്ഞൂടാ, എൻ്റെ സഹോദരനും സഹോദരിയുമാണ്, അവരിവിടെ ഉണ്ട്. അവരാണ് ഈ ഒരു ഒരു സാഹസം ചെയ്തത്. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് ഒരുപാട് പേരെ എനിക്കിപ്പോൾ നന്ദി പറയേണ്ട ആവശ്യമുണ്ട്. ഒന്ന് തീർച്ചയായിട്ടും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെയാണ്. രണ്ടാമത് VC തോമസ് എഡിഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പബ്ലിഷറാണ്. എനിക്ക് ഒരുപാട് സമയവും എനിക്കൊരുപാട് ക്ഷമയും എന്നോടുള്ളൊരു വിശ്വാസവും, അതുകൊണ്ട് മാത്രമാണ് ഒരു 3 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ ഏറ്റെടുത്ത ഈ തർജ്ജമ ഒരു വർഷം കൊണ്ടാണ് ഞാൻ ചെയ്തത്. ഒരുപാട് ബുദ്ധിമുട്ടി. എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ് പക്ഷി ശാസ്ത്രം അല്ലെങ്കിൽ ജൈവശാസ്ത്രം. അതേസമയം എനിക്ക് ഇംഗ്ലീഷും മലയാളവും തരക്കേടില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഭിമാനമുണ്ട്. പക്ഷെ ഞാൻ ഇത് തർജ്ജമ ചെയ്യാൻ തുടങ്ങിയപ്പം നല്ലോണം ബുദ്ധിമുട്ടി. എന്നുവെച്ചാൽ സാലിം അലിയുടെ ഭാഷ വളരെ പഴയ ഒരു ബ്രിട്ടീഷ് ഭാഷ, ഒരുപാട് ബ്രിട്ടീഷ് നർമ്മം മലയാളത്തിലേക്ക് ആക്കാൻ പറ്റാത്ത കുറേ അധികം വാക്കുകൾ, കുറേ അധികം രൂപകങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. നല്ലോണം ബുദ്ധിമുട്ടിയാണ് ഞാനിത് ചെയ്തത്. പക്ഷെ എന്നെ സഹായിക്കാൻ വളരെ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലെ പക്ഷികളെ, കേരളത്തിലെ തുമ്പികളെ, തവളകളെ ഒക്കെ മലയാളം പേര് കൊടുക്കുന്ന ഒരു പ്രക്രിയയും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷികളുടെ പേരുകൾ മാറുന്നുണ്ട്. പക്ഷികളുടെ ശാസ്ത്രീയ ഒരു തരത്തിൽ അടിസ്ഥാനം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹം ഒരു വളരെ കാലം കൊണ്ട്, അതായത് ഒരു 45 വർഷങ്ങളിലൂടെ നടത്തിയ 35 റേഡിയോ പ്രഭാഷണങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അത് എന്താ പറയണ്ടേ, ആ ഒരു 45 വർഷങ്ങളിൽ കൂടി അദ്ദേഹത്തിന് വന്ന മാറ്റം, ഈ നാടിന് വന്ന മാറ്റം, ഈ നാടിൻ്റെ പ്രകൃതിക്കും ജീവവൈവിധ്യം എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന ആ ഒരു ജീവന്റെ അടിത്തറയ്ക്കും വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ വിനാശം മുഴുവനും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് സങ്കടത്തോടെ, എന്നാൽ ഭയങ്കര അത്ഭുതത്തോടെ, ഒരുപാട് പ്രത്യാശയും ഉണ്ട് അതിൽ. പക്ഷെ ഈ നാശത്തിന്റെ മുഴുവൻ ചരിത്രമുണ്ട്. പിന്നെ അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പക്ഷികളെ വേട്ടയാടാനും വേട്ടയാടിയ പക്ഷിയെ പൊരിച്ചു തിന്നാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു ബാലനിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു പരിരക്ഷകനായിട്ട് വളർന്ന അദ്ദേഹത്തിന്റെ മാനസിക കാഴ്ചപ്പാടിന്റെ മാറ്റവും ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും 44 വർഷങ്ങളിൽ കൂടിയിട്ട് ഉള്ള 35 പ്രഭാഷണങ്ങൾ, അത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുന്ന ഒരു ഒരു കണ്ടിന്യൂറ്റി അതിനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പല തവണ ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വായിക്കുന്ന ആൾക്കാർ ഇതിന്റെ ഓരോ ലേഖനങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രഭാഷണങ്ങളും അവർക്ക് ഇഷ്ടമുള്ള പോലെ, പക്ഷികളുടെ ദേശാടനത്തെ കുറിച്ച് വേണമെങ്കിൽ അതെടുത്ത് വായിക്കാം, അല്ലെങ്കിൽ പക്ഷികളുടെ കൂട് കൂട്ടുന്നതിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ, പക്ഷികളുടെ പ്രണയചേഷ്ടകളെ കുറിച്ചാണ് നമുക്ക് താല്പര്യമെങ്കിൽ അതെടുത്ത് വായിക്കാം. അപ്പൊ വളരെ എന്താ പറയാ, രസികമായിട്ടും വളരെ നേർമയായിട്ടും വളരെ അതേസമയം വളരെ ശാസ്ത്രീയമായിട്ടും എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അദ്ദേഹത്തിന് 1933 പാലക്കാട് ചുരത്തിന് തെക്കുള്ള ഈ കേരളമുണ്ടല്ലോ, തിരുവിതാംകൂർ, കൊച്ചി, അന്നത്തെ രാജാക്കന്മാര് അദ്ദേഹത്തോട് കേരളത്തിൽ ഒരു സർവേ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ പക്ഷികളുടെ ഒരു സർവേ. ആ പക്ഷികളുടെ സർവേ അദ്ദേഹം 1933 ചെയ്ത ശേഷം 75 വർഷത്തിന് ശേഷം വനംവകുപ്പിന്റെ സഹായത്തോടെ കുറെ സുഹൃത്തുക്കൾ ഇത് വീണ്ടും അദ്ദേഹം പോയ ഒരുപാട് 19ഓ 20ഓ മറ്റോ ഒരു സൈറ്റ് എന്നാണ് പറയുക, ആ ഒരു പ്രദേശങ്ങളിലേക്ക് അവർ പോവുകയും അദ്ദേഹം കണ്ടെത്തിയ പക്ഷികളുടെ എണ്ണവും അതിൻ്റെ ഐഡന്റിറ്റിയും ഇന്ന് കാണുന്ന പക്ഷികളെയും അവർ പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിൽ നിന്ന് നമുക്ക് വളരെ എന്താ പറയുക വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, നമ്മളെ ഒരുമാതിരി ഞെട്ടിപ്പിക്കുന്ന കുറേ ശാസ്ത്രം പുറത്തു വന്നതിൽ അദ്ദേഹം കണ്ട ഇപ്പോൾ പിന്നെ കഴുകന്മാരെ പോലത്തെ പക്ഷികളെ അദ്ദേഹം എത്രയോ നൂറുകണക്കിന് കഴുകന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു കഴുകനെ പോലും ഈ സർവേയിൽ അവർ കണ്ടില്ല. അതേസമയം അദ്ദേഹം കാണാത്ത ചില പക്ഷികളെ കണ്ടു. പക്ഷെ എല്ലാ പക്ഷികളുടെയും എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ടെന്നും ആ പക്ഷികളുടെ ആവാസ വ്യവസ്ഥകൾ, അത് തണ്ണീർത്തടങ്ങളായിരിക്കാം, ഇടനാടൻ കുന്നുകളായിരിക്കാം, നമ്മുടെ പശ്ചിമഘട്ട മഴക്കാടുകളായിരിക്കാം, അവിടെയൊക്കെ തന്നെ ആവാസ വ്യവസ്ഥകൾക്ക് വന്ന നാശവും ഒക്കെ ഇവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും മരിച്ചുപോയ വളരെ ഏകാന്തനായിട്ട് ബന്ധുക്കൾ വളർത്തിയ ഒരു ബാലൻ, അത് കഴിഞ്ഞ ശേഷം വളരെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഭാര്യ, ഒരു 10 കൊല്ലം പോലും അവരൊരുമിച്ച് ജീവിച്ചില്ല, അവരും മരിച്ചുപോയ ഒരു വളരെ ഏകാഗിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ സങ്കടം മുഴുവനും എങ്ങനെ ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ സുന്ദരമായിട്ടുള്ള ലോകം ഹൃദയത്തിന്റെ മുറിവുകൾ ഉണക്കി എന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളത്, കേരളത്തെ ഒരുപാട് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. കേരളത്തിലെ പിന്നെ തട്ടക്കാട് പോലത്തെ ബേർഡ് സാങ്ച്വറി ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് മുൻകൈയിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതേസമയം വീണ്ടും അവസാന കാലങ്ങളിൽ കേരളത്തിൽ വന്നപ്പോഴൊക്കെ അത് പറമ്പിക്കുളത്ത് പോയാലും തട്ടക്കാടിൽ പോയാലും അഗസ്ത്യമലയിൽ പോയാലും സങ്കടപ്പെട്ട് കരയുമായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പം ഞാനൊരു പ്രാവശ്യം സാലിം അലിയെ കണ്ടിട്ടുള്ളൂ. സാലിം അലി എന്നാണോ സലീം അലിയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ സാലിം എന്നായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. പിന്നെ എല്ലാ ഇംഗ്ലീഷ് പേരുകൾക്കും മലയാളം പേരുകളും കൊടുത്തിട്ടുണ്ട്, സയന്റിഫിക് നെയിംസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നവർക്കാണോ തുടക്കക്കാരായിട്ടുള്ള പക്ഷി നിരീക്ഷകർക്കാണോ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും അവസാനം അദ്ദേഹത്തെ കാണുമ്പോൾ ഈ തട്ടക്കാടിൽ ഉള്ള ബേർഡ് സാങ്ച്വറി ആക്കിയ സമയത്ത്, അത് ഉദ്ഘാടന സമയത്താണ് അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ മരിക്കാറായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം പുറത്ത് അദ്ദേഹത്തിന് ചെവിയേറ്റൂടെ ഒരു ഇയർ ഇത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇയർ എയ്ഡ് വെച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ എന്ത് സംസാരിച്ചാലും അദ്ദേഹം പാടൻ എന്നിങ്ങനെ പറയും. പക്ഷെ പുറത്തൊരു പക്ഷിയുടെ ശബ്ദം കേട്ട അതൊരു ബാർബറ്റ് ആണല്ലോ എന്ന് പറയും. അത്തരത്തിൽ ഒരു പക്ഷികളെ പിന്നെ ഇങ്ങനെ പറയാ വളരെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഒരു വിസ്മയകരമായിട്ടുള്ളൊരു ജീവിതം നയിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിന് വന്ന മാറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഏറ്റവും ഒടുവിലാവുമ്പോഴത്തേക്കും അദ്ദേഹം കുറച്ചൊക്കെ ഒരു എന്താ പറയാ ഒരു വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കാനായിട്ട് അവരെ വേട്ടയാടാമെന്നോ എണ്ണം പിന്നെ നിയന്ത്രിക്കാൻ കൊല്ലാമെന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിരുന്ന മനുഷ്യൻ ഒടുവിലായപ്പോഴത്തേക്കും നമ്മളുടെ എല്ലാ വന്യജീവികളും, അത് പിന്നെ സസ്തനികളാണെങ്കിലും പക്ഷികളാണെങ്കിലും തവളകളാണെങ്കിലും ഒക്കെ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുകയാണെന്നും ഒരു കാരണവശാലും ഒരു കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയെന്നോ ഒരാളുടെ ജീവൻ അപായപ്പെടുത്തിയെന്നോ ഉള്ള കാരണം കൊണ്ട് ഒരു വന്യജീവിയും കൊല്ലരുത് എന്ന് അവസാന കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം മനുഷ്യനാണ് മാറേണ്ടത് എന്നുള്ളതാണ്. മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ കാഴ്ചപ്പാടുമാണ് മാറേണ്ടത്. അല്ലാതെ നമ്മൾ എത്രത്തോളം വ്യവസ്ഥ മാറ്റിയാലും ഭരണ വ്യവസ്ഥ മാറ്റിയാലും കാര്യമില്ല എന്നും, മനുഷ്യനെന്ന ജീവജാതിക്ക് തന്നെ അടിസ്ഥാന മാറ്റം വരണമെന്നും, പ്രത്യേകിച്ച് നമ്മളുടെ എണ്ണം, നമ്മളുടെ ആവശ്യം, നമ്മുടെ ഉൽപാദനം, നമ്മുടെ ഉപഭോഗം, നമ്മളുടെ പാഴാക്കൽ ഇതെല്ലാം കുറയ്ക്കണമെന്നും, അതുകൊണ്ട് ഏതോ വന്യജീവികളിൽ നിന്ന് നമ്മൾ വളർത്തു മൃഗങ്ങളെ ഉണ്ടാക്കിയ പോലെയും വന്യസസ്യങ്ങളിൽ നിന്ന് നമ്മൾ കാർഷിക ഇനങ്ങളെ ഉണ്ടാക്കിയതുപോലെയും, അപ്പോഴൊക്കെ ആ ജീനുകളിൽ നമ്മൾ മാറ്റം വരുത്തിയതുപോലെ മനുഷ്യന്റെ ജീനുകളിലും മാറ്റം വരുത്തിയിട്ട് നമ്മളുടെ ഈ എണ്ണം കൂട്ടാനും നമ്മളുടെ ആവശ്യങ്ങൾ കൂട്ടാനും ഉള്ള നമ്മളുടെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിനെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്യണം എന്നൊക്കെ ഒരു നർമ്മത്തോടെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ലേഖനം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും അവസാനിപ്പിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടുള്ള നന്ദി അറിയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്നെ ഇതിൽ സഹായിച്ചിട്ടുള്ള കുറേ അധികം ആൾക്കാരുണ്ട്. അവരെയൊക്കെ നന്ദിയോടെ സ്നേഹത്തോടെയും ഓർത്തുകൊണ്ട് എത്തട്ടെ. നമസ്കാരം. ഈ ചടങ്ങിൽ നമ്മോടിപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ,
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 10 മിനിറ്റിനുള്ളിൽ എത്തേണ്ടതുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ പരിപാടികളും നമ്മൾ വളരെ വേഗത്തിലാക്കുകയും ഒന്നും പറയാതെ നിർത്തുകയൊക്കെ ചെയ്തതാണ്. എന്നാൽ ചില ആളുകളെ പറയാതെ വയ്യ, നമുക്കുള്ള സന്തോഷം പ്രകടിപ്പിക്കാതെ വയ്യ. ഒന്ന്, നമ്മൾ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ വൈജ്ഞാനിക പുരസ്കാരങ്ങളൊക്കെ തന്നെ അതിൻ്റെ അർഹിക്കുന്ന ആളുകളിൽ എത്തിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്. അതുകൊണ്ടാണ് വളരെ പ്രഗത്ഭരായ ജൂറി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യാതൊരു ഇടപെടലുമില്ലാതെ യാതൊരു വിവാദത്തിനും ഇടകൊടുക്കാതെ നമ്മൾ ഈ പുരസ്കാര നിർണയം നടത്തിയത്. PN ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ മികച്ച കൃതിയാണെന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. അവിടെ വന്നതിൽ തന്നെ ഒരുപാട് ചർച്ചകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3-4 എണ്ണത്തിലേക്ക് അത് ചുരുങ്ങിയപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുകയുണ്ടായി. വളരെ കൃത്യമായി വിലയിരുത്തി അത് നൽകുകയാണ് ഉണ്ടായത്. അതുപോലെ നമുക്ക് ഗവേഷണ പ്രബന്ധങ്ങളും ഒരുപാട് കിട്ടി. അതിലും കേവലം സിനിമയുടെ തന്നെ മറ്റ് പല തീസിസുകളും നമ്മൾ കണ്ടു. ആ തീസിസുകളൊക്കെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ പലതും പ്രമേയം ചർച്ച ചെയ്യുന്നതായിരുന്നു. വേണ്ട രീതിയിൽ സിനിമയുടെ ഭാഷയെക്കുറിച്ചൊന്നും പരാമർശിക്കാത്ത എത്രയോ ഡോക്ടറൽ പ്രബന്ധങ്ങളൊക്കെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ മറ്റ് പ്രബന്ധങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ അവസാനത്തെ 2 പ്രബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് രവിയുടെ, KP രവിയുടെ പ്രബന്ധവും തസ്ലീമയുടെ പ്രബന്ധമായിരുന്നു ടൈ വന്നത്. അവസാനം ജൂറി വീണ്ടും അത് പരിശോധിച്ചിട്ടാണ് തസ്ലീമയ്ക്ക് ഈ അവാർഡ് നൽകുന്നത്. കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വളരെ നല്ല രീതിയിലുള്ള ഇടപെടൽ സച്ചിദാനന്ദ മാഷൊക്കെ ആയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ജൂറി അംഗം. മാഷൊക്കെ ഇടപെട്ട് വളരെ കൃത്യമായിട്ട് അത് നിർവഹിച്ചു എന്നുള്ളൊരു വലിയ സന്തോഷം. മറ്റൊരു കാര്യം വെബ് കാര്യമാണ്. വെബ് കാര്യം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വെബ് ഇതിനു മുമ്പേ ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ മെയ് 31 ഇവിടെ നിന്ന് റിട്ടയർ ചെയ്ത ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കക്കാരനും ഒരുപാട് കാലം അത് കൊണ്ടു നടന്നതും ഹരിയാണ്. ഹരിയെ വളരെ സ്നേഹത്തോടെ എൻ്റെ സന്തോഷം അറിയിക്കണം. 15 ലക്ഷം രൂപ ചെലവഴിച്ച് 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വെബ് തയ്യാറാക്കിയത്. പക്ഷേ 100 ദിനം കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഡേറ്റ് കിട്ടാൻ, അതുകൊണ്ടാണ് ഒക്ടോബർ 22 100 ദിനം കഴിയും. അന്ന് 20-ാം തീയതിക്കായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. 20-ാം തീയതി മറ്റേ PB യോഗം വന്നപ്പം പെട്ടെന്ന് ഇത് മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി എത്തിയെന്നുള്ളതിലുള്ള വലിയ സന്തോഷം നമുക്കറിയാം. ഏത് നിമിഷവും വരുമോ വരില്ലേ എന്നറിയാതെ എന്താ പറയാ ആ ഗേറ്റിൽ നിൽക്കുമ്പോഴും എത്തിയാലെത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നതാണ്. നമുക്കറിയാം ഒരുപാട് തിരക്കുണ്ട്. മുനമ്പം വിഷയം കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അതിന്റെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിനെ മുമ്പ് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വരാൻ സാധ്യതയില്ല എന്ന വാക്കിനെ സാധ്യമാക്കണം എന്നുള്ളത് എൻ്റെ അഭ്യർത്ഥനയാണ്. 10 മിനിറ്റ് നേരത്തേക്ക് വരാമെന്ന സമ്മതത്തിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ സത്യത്തില് ഇവിടെ വന്ന ആളുകളെ ഒന്നും ഫേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവര് ചിലപ്പോ ഉണ്ടല്ലോ ഈ കല്യാണമൊക്കെ നടത്തുമ്പോൾ നമ്മൾ വീട്ടില് കല്യാണത്തിന്റെ വീട്ടുകാർക്ക് ഒരുപാട് ആള് വന്നു പോവുകയൊക്കെ ചെയ്യും. വരുമ്പോ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യും. പിന്നെ ഇവര് വന്നെന്ന് അറിയുന്നത് നമ്മൾ ആ വീഡിയോ എടുത്തു ഇവരും വന്നിരുന്നോ എന്ന് ചിന്തിക്കുന്നൊരു സമയമുണ്ട്. അതുപോലെ ഇവിടെ വന്ന ആളുകളോടൊക്കെ ശരി രാജസേൻ സാറെ ഇരിക്കൂ എന്നൊക്കെ പറയുമ്പോഴും മനസ്സിൽ മുഴുവൻ മുഖ്യമന്ത്രി വരുമോ വരില്ലേ എന്താവും എന്നൊക്കെ ഉള്ള ഒരു അങ്കലാപ്പായിരുന്നു. ഇപ്പം ഞാൻ ഒന്ന് ഫ്രീ ആയപ്പോഴാണ് നിങ്ങളെയൊക്കെ കാണുന്നത്. തമ്പാൻ സാറ് വന്നു, വലിയ സന്തോഷം. നമ്മുടെ ഷിബു ശ്രീധർ എത്തിയിരുന്നു. അതുപോലെ പിന്നെ വിളക്കുടി എത്തി. അങ്ങനെ എഴുത്തുകാർ ഒരുപാട് ആളുകൾ എത്തി. സുരേഷ് സാറൊക്കെ നേരത്തെ എത്തി. JRS എത്തി. അപ്പൊ അത്തരത്തിൽ ഇതൊരു കുടുംബ സംഗമം കൂടിയായി മാറ്റണം എന്നാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 നമ്മളുടെ സ്ഥാപക ദിനം. ആ ദിവസം കൊടുക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചിട്ട് ഏകദേശം മാർച്ച് മാസം നമ്മളത് കോൾ ഫോർ ചെയ്യും. ഏപ്രിൽ ആകുമ്പോഴേക്കും അത് തിരിച്ചു കിട്ടും. മെയ് ജൂൺ ജൂലൈ 3 മാസം എടുത്തിട്ടാണ് നമ്മളത് ജൂറി അംഗങ്ങൾക്ക്
നൽകുന്ന ഒരു പ്രത്യേകതയും കൂടെ ഉള്ളത്, ഈ കിട്ടുന്നത് മുഴുവൻ ജൂറി അംഗങ്ങൾക്ക് തന്നെ കൊടുത്തിട്ടാണ് വിലയിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സ്കൂട്ടറി നടത്തിയിട്ട് കൊള്ളാവുന്നതൊക്കെ മാറ്റിയിട്ട് കൊള്ളാത്തത് പോയി പോകണ്ടെന്നുള്ളത് കൊണ്ട് കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും അവർക്ക് തന്നെ നൽകിക്കൊണ്ട് അത്രയും സമയം നൽകിക്കൊണ്ടാണ് ഈ പുരസ്കാര നിർണയം നടത്തുന്നത്. അങ്ങനെ ചെയ്യാനുള്ള സമയമൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് കോൾഫർ ചെയ്യുന്നത്. അടുത്ത വർഷം ഇതേപോലെ തന്നെ മാർച്ച് മാസത്തിൽ വിളിക്കും. 2024 പുസ്തകത്തിന് അവാർഡ് കൊടുക്കണം. ഇതൊക്കെ തുടങ്ങി വെച്ചത് കഴിഞ്ഞ വർഷം ഞാൻ തുടങ്ങിയെങ്കിലും എനിക്ക് ശേഷം വരുന്ന ആളുകളും അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡാണ്. ഒരുപക്ഷെ മറ്റ് സഹോദര സ്ഥാപനങ്ങളൊക്കെ നൽകുന്ന അവാർഡിനേക്കാൾ അതിന്റെ സാമ്പത്തിക അല്ലെങ്കിൽ മൂല്യം കൊണ്ട്, അതിന്റെ പണം കൊണ്ടൊക്കെ 1 ലക്ഷം രൂപ വീതമുള്ള അവാർഡ് തസ്ലീമ തെറ്റിദ്ധരിക്കേണ്ട, 50 കുറച്ചതല്ല. അത് ശാസ്ത്രേതരം എന്നുള്ള രീതിയിൽ PhD ഗ്രന്ഥങ്ങൾക്ക് 2 അവാർഡാണ് നൽകുന്നത്. അതിൽ 1 അവാർഡിന് ഈ വർഷം ഒരു ആൾ പോലും അപേക്ഷിച്ചില്ല. അതുകൊണ്ട് 1 അവാർഡ് മാത്രമേ ഉണ്ടായുള്ളൂ എന്നാണ്. അങ്ങനെ ഏതായാലും വലിയ സന്തോഷമുണ്ട്. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള രാജശേഖർ സാർ ഞങ്ങളുടെ ഭരണസമിതി അംഗമാണ്. ഇന്നലെ പെട്ടെന്നൊരു ഒപ്പിടാൻ പറഞ്ഞപ്പോൾ സാറ് ഓടിപ്പിടിച്ചൊരു ഓട്ടം വിളിച്ച് ഇങ്ങോട്ട് വന്നു. നമ്മൾ പലപ്പോഴും അങ്ങോട്ട് ചെന്നിട്ട് പലരെയും ഒപ്പിടിക്കേണ്ടതിന് പകരം സാർ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് എൻ്റെ തിരക്കറിയാം, ഇന്ന് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഉള്ള തിരക്കിനിടയിൽ സത്യൻ അങ്ങോട്ട് വരണ്ട, ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് വന്നതിലുള്ള സ്നേഹവും കൂടി ഉണ്ട്. തീർച്ചയായിട്ടും ഈ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ചില കലാവിരുന്നുകളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും അതുകൂടി ആസ്വദിക്കാൻ തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഈ പരിപാടി കഴിഞ്ഞ തുടർച്ചയായിട്ട് തന്നെ കലാപരിപാടികൾ കൂടി നടത്തുന്നതാണ്. ചായ കുടിക്കാത്തവരുണ്ടെങ്കിൽ പുറത്ത് ചായ ഉണ്ടത് പോയിട്ട് കുടിക്കണം. ഇത്തരം ഒരു എന്താ പറയാ, വീട്ടിൽ നടക്കുന്ന ചടങ്ങിന്റെ അവിടുത്തെ വീട്ടുകാരൻ എന്നുള്ള രീതിയിൽ പറയേണ്ട ചില കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു സദസ്സിൽ വെച്ചൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിന്മാറി ഇപ്പം പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ സഹകരണം ഇനിയും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവണം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തീർച്ചയായിട്ടും മറ്റ് ഏത് പ്രസാധകരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലും കുറഞ്ഞ വിലയുള്ള എന്നാൽ മൂല്യമുള്ള പുസ്തകങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ വായിച്ചതുപോലെ പത്രത്തിൽ എല്ലാം സ്വയം പര്യാപ്തമാവണം എന്നൊക്കെ ഓർഡറുകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങളും അല്പം ആശങ്കയിലാണ്. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലനിൽക്കണമെങ്കിൽ 6 കോടി രൂപ ജീവനക്കാരുടെ ശമ്പളവും വാടകയും എല്ലാം ആവും. ഞങ്ങളാകെ 3 കോടി രൂപ സർക്കാർ തരുന്നതുകൊണ്ടാണ്. ബാക്കി എല്ലാം ഇവിടുത്തെ ജീവനക്കാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അവർ നൽകുന്ന സേവനം, അവരുടെ പുസ്തകങ്ങൾ, അത് വിൽക്കാൻ കാട്ടുന്ന ഊർജ്ജസ്വലത, നമ്മുടെ ADS-ഉം ADP-യും ഒക്കെ അടങ്ങുന്ന ആളുകൾ നേതൃത്വം നൽകുന്ന മുഴുവൻ ജീവനക്കാർ ഈ പ്രാവശ്യം കഴിഞ്ഞ മാസം ഊണും ഉറക്കവും ഇല്ലാതെ ചെയ്ത കുറെ ആളുകളുണ്ട്. പ്രസ് ഉണ്ട്, DTP സെക്ഷൻ ഉണ്ട്, ഈ ബൈൻഡേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ ജീവനക്കാരും, സെയിൽസ് എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് 170ഓളം റീപ്രിന്റുകൾ ഒറ്റ മാസം കൊണ്ടാണ് നമ്മൾ ഇറക്കാൻ വന്നത്. ഓഫീസ് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷമുള്ള ഒരു കാലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സാമ്പത്തികമൊക്കെ ആയിട്ട് ദാരിദ്ര്യം എന്ന് പറയുന്നത് അപമാനമല്ല എന്ന് പറയുന്ന പോലെ പൈസയൊന്നുമില്ല എന്നുള്ളതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അഭിമാനത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മബന്ധം ആളുകൾ തമ്മിൽ ഉണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് നിങ്ങളുടെ പ്രത്യേകിച്ച് നാട്ടുകാരുടെ, എഴുത്തുകാരുടെ, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ റോയൽറ്റി സമയത്ത് കിട്ടിയിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളെ പരിഗണിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എനിക്കാണെങ്കിലും നമ്മളൊക്കെ ഒന്നാണ് എന്നുള്ള നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഘടകം നമ്മളെയൊക്കെ ചേർത്ത് നിർത്തും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെയൊക്കെ ഈ സാന്നിധ്യം പോലും, ഇപ്പൊ അജിത് സാറൊക്കെ ഉണ്ട്, പലപ്പോഴും നമുക്ക് ഇവരൊക്കെ തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രേരക ശക്തിയായി തീരുന്നത്. ഇവരെ മുഴുവൻ ആളുകളെയും, ട്രാൻസ്ലേഷന്റെ കാര്യം കാണുമ്പോൾ സാറിന് ഓർമ്മ വരുന്നത്, രേഖ ഞങ്ങളുടെ ട്രാൻസ്ലേഷന്റെ ക്ലർക്കാണ്. ഞങ്ങൾ ജീവിക്കാനുള്ള ബന്ധപ്പാടിൽ ഏറ്റവും പ്രധാനമായിട്ട് ആശ്രയിക്കുന്ന ഒന്ന് ട്രാൻസ്ലേഷനാണ്. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കേരളത്തിലെ ഔദ്യോഗിക പരിഭാഷ നടത്തുന്ന ഏജൻസി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ എല്ലാ ജീവനക്കാരും ഒരുമിച്ച് നിൽക്കുന്നു എന്നതിൽ എനിക്ക് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, അവരുടെ സ്നേഹം കൊണ്ടാണ്. ആ രീതിയിൽ ഏത് കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇനി ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു എന്ന് നിങ്ങളങ്ങ് ധരിക്കുക. തീർച്ചയായിട്ടും ഈ പരിപാടി
നമ്മുടെ എല്ലാ വർഷവും നടത്തുന്ന ഒരു പ്രധാന പരിപാടിയായിട്ട് മനസ്സിലുണ്ടാവണം. സെപ്റ്റംബർ 16 തന്നെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ 16 തന്നെ നമുക്ക് നടത്തിയാൽ അത് സ്ഥാപക ദിനമാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. ആ ദിനങ്ങളിൽ നമ്മുടെ ഒരു വാർഷികം എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. തീർച്ചയായിട്ടും മുഴുവൻ ആളുകളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഈ ചടങ്ങിൽ ഔപചാരികമായ കൃതജ്ഞത അറിയിക്കുന്നതിനായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ എൻ ജയകൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായൊരു ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. NB കൃഷ്ണകുമാർ സാറിൻ്റെ പേരിലുള്ള 3 അവാർഡ് അടക്കം ഒരുപക്ഷെ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ പുരസ്കാര തുകയായ 1 ലക്ഷം രൂപ വീതം 3 പേർക്കായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പുരസ്കാരം സമർപ്പിച്ചതിൻ്റെ ഒരു സുദിനം കൂടിയാണ്. അത് കൂടാതെ തന്നെ മാഷിവിടെ സൂചിപ്പിച്ചു വെബ് പോർട്ടലിൻ്റെ കാര്യം. വിൽപ്പന വിഭാഗത്തിൻ്റെ ഒരു ചിരകാല സ്വപ്നമാണ് ഇന്ന് വാസ്തവത്തിൽ ഇന്ന് സാക്ഷാത്കൃതമായത്. ഹരിയായിരുന്നു അതിൻ്റെ ഒരു തുടക്കക്കാരൻ. പക്ഷെ ഇന്നത് പൂർണ്ണമായി. ഇനിയും അതിൻ്റെ കുറേ കാര്യങ്ങൾ കൂടി ഇനി നമുക്ക് നിർവഹിക്കാനുണ്ട്. ഇത് കേരളത്തിലെ ഏതാണ്ട് മിക്ക പ്രസാധകർക്കും, DCO മാതൃഭൂമിയെ പോലുള്ള വൻകിട പ്രസാധകർക്ക് മാത്രമല്ല, കേരളത്തിലെ ഏതാണ്ട് മിക്ക പ്രസാധകർക്കും ഓൺലൈൻ വിൽപ്പനയും റിപ്പോർട്ടിലൊക്കെ തുടങ്ങിയിട്ട് വാസ്തവം പറഞ്ഞ വർഷങ്ങളായി. നമ്മൾ ഒരുപാട് പിന്നിലായിരുന്നു. അതിന് കാരണങ്ങൾ പലതും ഉണ്ടാവാം. പക്ഷെ സത്യമാഷ് ഡയറക്ടറായി വന്നതിന് ശേഷം എനിക്കറിയാം അതൊരു ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരാലോചന വന്നു. നമ്മുടെ സോഫ്റ്റ്വെയറിനൊക്കെ ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും അത് പൂർണ്ണമായി മാറിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്തരം ഒരു മുന്നൊരുക്കങ്ങളിലൂടെ അത് ഉദ്ഘാടനം തുടങ്ങി വയ്ക്കുവാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള കാര്യങ്ങൾ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. അതിനുവേണ്ടി പരിശ്രമിച്ച കുറേ പേരുണ്ട്. അതിലെടുത്തു പറയേണ്ട 2 പേര് ശ്രീരാജ് വിദ്യയാണ്. എനിക്കറിയാം ആ കുട്ടികളെ 2 പേരും അഹോരാത്രം, പ്രത്യേകിച്ച് വിദ്യ അതിനുവേണ്ടി ഒരുപാട് സഹായങ്ങൾ തന്നിട്ടുണ്ട്. അവരെ 2 പേരെ ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. കാരണം കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകളെ വിസ്മരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു കാര്യമാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേരെ ഇപ്പം കൂട്ടിച്ചേർത്ത് മുന്നോട്ട് ഒരുപാട് പോകുന്നുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് 19 വർഷത്തെ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ദീർഘിക്കുന്നില്ല. കാരണം നമ്മുടെ സഹപ്രവർത്തകരുടെ കലാപരിപാടികളുണ്ട്. അത് കാണാനായിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഇന്ന് ഞാനത് പറയാൻ കാരണം നമ്മുടെ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ് മലയാള ഭാഷയെ വിജ്ഞാന ഭാഷയാക്കുക എന്നുള്ളത്. അങ്ങനെ ആ മലയാള ഭാഷയെ വിജ്ഞാന ഭാഷയാക്കി മാറ്റുവാൻ കേരളത്തിലെ ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള പ്രസാധകര് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കാരണം 5000-ലധികം ശീർഷകങ്ങൾ, അത് വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, നോവലും ചെറുകഥയും കവിതയും പ്രസിദ്ധീകരിക്കുന്നവരല്ല ഒരു വൈജ്ഞാനിക പ്രസിദ്ധീകരണം, ഒരു പുസ്തക നിർമ്മാണം എന്ന് പറയുന്നത്. തീർച്ചയായും അത് വലിയ കടമ്പകൾ കടക്കേണ്ട ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അത്തരം ഘട്ടങ്ങളിലൂടെ 5500-ലധികം ശീർഷകങ്ങൾ പ്രസിദ്ധീകരിച്ചു, 50 വർഷം കൊണ്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നത് മലയാള പ്രസാധന രംഗത്തെ ഒരു വിസ്മയം തന്നെയാണ്. പരിമിതികളുണ്ടാവാം, കുറ്റങ്ങളുണ്ടാവാം, കുറവുകളുണ്ടാവാം. പക്ഷെ നമ്മൾ തെരഞ്ഞെടുത്ത പാതയിലൂടെ NVയെ പോലെയുള്ള ഒരു ബഹുഭാഷാ പണ്ഡിതനും സവിസാചിയായ ഒരു മനുഷ്യൻ വെട്ടിത്തെളിച്ച പാതയിലൂടെ ഒരു മുടക്കം കൂടാതെ നമുക്ക് 50 വർഷവും
ഒരു വർഷം പോലുമില്ല നമ്മുടെ പുസ്തകം ഇറങ്ങാത്തത്, ഒരു മാസം പോലുമില്ല. അതിന് ഒരുപാട് പേരുടെ യാതനയുണ്ട് അതിൻ്റെ പിറകിൽ. അപ്പൊ അങ്ങനെ സർക്കാരിന്റെ പദ്ധതിയായ മലയാളത്തെ വിജ്ഞാന ഭാഷയാക്കുക എന്ന ആ ദൗത്യത്തിൽ ഏറ്റവും വലിയ പങ്കാളിത്തം വഹിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മാഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ കടുത്ത മത്സരമാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. വിൽപ്പനയിലാണെങ്കിലും വിപണനത്തിലാണെങ്കിലും പ്രസാധനത്തിലാണെങ്കിലും കടുത്ത മത്സരമാണ്. സമ്പന്നരായ ശതകോടീശ്വരന്മാരായ പ്രസാധകർ കേരളത്തിലുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ തുച്ഛമായ ഗ്രാന്റ് കൊണ്ട് നമ്മൾ പുസ്തകം നിർമ്മിക്കുകയും അവർക്ക് എഴുത്തുകാർക്ക് റോയൽറ്റി കൊടുക്കുകയും കൃത്യമായ രീതിയിൽ എക്സിബിഷൻ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ജീവനക്കാരുടെ പരിമിതി മറ്റൊരു വശത്ത് കിടമത്സരം തന്നെയാണ്. പ്രത്യേകിച്ച് പ്രസാധന രംഗത്തേക്കാൾ കൂടുതൽ കിടമത്സരം നടക്കുന്നത് വിൽപ്പനയിലാണ്. കോഴിക്കോട് നഗര പ്രാന്തത്തിൽ തന്നെ 37 പ്രസാധകരുണ്ട്. അപ്പം കേരളത്തിലെ 14 ജില്ലകളുള്ള പ്രസാധകരുടെ എണ്ണം കണക്കിലെടുത്താൽ അത് വല്ലാത്തൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളികൾക്കിടയിലാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള ചിന്ത നമുക്കുണ്ടായാൽ മാത്രമേ വിൽപ്പനയിൽ ഗണ്യമായ വർധന ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. 2, ഇന്ന് നമ്മൾ വെബ് പോർട്ടലിന്റെ കാര്യം പറഞ്ഞു. പക്ഷേ വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനത്തോടു കൂടി മാത്രമല്ല, ഇനിയും സാങ്കേതികമായി വിൽപ്പന രംഗത്തും പ്രസാധന രംഗത്തും ഒട്ടനവധി പുതിയ നൂതനമായ സാങ്കേതിക വിദ്യകൾ കൊണ്ട് നമുക്ക് വിസ്മയം തീർക്കേണ്ടതുണ്ട്. അതിലെല്ലാ ജീവനക്കാരുടെയും അകപഴിഞ്ഞ നിസ്വാർത്ഥമായ നിസ്സീമമായ സഹകരണമാണ് വേണ്ടത്. അതിനുള്ളൊരു നേതൃത്വമാണെന്ന് സത്യം മാഷിന്റെ ഇടപെടലുകളിലൂടെ മുന്നോട്ട് വന്നിരിക്കുന്നുള്ളതും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങ് ആധ്യക്ഷം വഹിച്ചത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടി അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത് ആധ്യക്ഷം വഹിച്ച അദ്ദേഹത്തെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. അദ്ദേഹത്തിനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ആശംസ നേർന്നത് മുൻ തിരുവനന്തപുരം മേയറും ഇപ്പോഴത്തെ നിയമസഭയിലെ യുവശബ്ദവുമായ ശ്രീ വി കെ പ്രസാദാണ്. അദ്ദേഹം പരിപാടി തീരുന്നിടം വരെ ഇവിടെ ഇരുന്ന് സാന്നിധ്യം അരളിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് ഞാൻ സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരാള് ആര്യ രാജേന്ദ്രനാണ് മേയർ. പിന്നീട് സുരേഷ് കുമാർ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അവരെല്ലാവരും ഇന്ന് തിരക്ക് പിടിച്ച ദിവസമാണ്. കാരണം ഇന്ന് പി ഗോവിന്ദപിള്ളയുടെ അനുസ്മരണ ദിനം കൂടിയാണ്. അപ്പോൾ ഒരുപാട് തിരക്കുകൾക്കിടയിലൂടെയാണ് അവരിവിടെ വന്ന് നമ്മളോട് സഹകരിച്ചത്. ഈ 2 പേർക്ക് ഞാൻ നന്ദി പറയുന്നു. മറ്റ് 3 പേര് നമ്മുടെ പുരസ്കാര ജേതാക്കളാണ്. അതിലെ ഗോപികൃഷ്ണന്റെ ഒരു അടുത്ത സുഹൃത്താണ്. തസ്ലിമയുണ്ട്, ശാന്തി ടീച്ചറുണ്ട്. 3 പേർക്കും ഞങ്ങൾക്ക് നല്ല ഗ്രന്ഥങ്ങൾ സമ്മാനിച്ച അവരോട് 3 പേരോടും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനിവിടെ സീഡിറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഒരിക്കലും വിട്ടുപോവാത്ത ഒരു 3 പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുണ്ട്. അത് സീഡിറ്റിലെ അനീഷും സന്ദീപും ചിത്രയുമാണ്. എനിക്ക് തോന്നുന്നത് അനീഷ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അനീഷും സന്ദീപും ചിത്രയുമാണ്. അവരുടെ വളരെ വലിയ ഒരു സഹകരണം ഓരോ ഘട്ടത്തിലും. കാരണം സീഡിറ്റിന് നമ്മുടെ മാത്രം കാര്യം നോക്കിയപ്പോൾ അവർക്ക് ഒട്ടനവധി സാങ്കേതികമായ കാര്യങ്ങൾ പല സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ പ്രാഥമികമായ ഒരു മുൻഗണന നൽകി അവർ നമ്മളെ സഹകരിച്ചു. ഒരുപക്ഷെ അവരുടെ സഹകരണം കൂടിയാണ് നമുക്ക് സമയബന്ധിതമായി ഇന്നതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതും. അങ്ങനെ മറ്റൊന്ന് ഇവിടെ ഈ ശബ്ദവും വെളിച്ചവും നൽകിയ ആളുകള്, അതുപോലെ തന്നെ ഈ പരിപാടി ഗംഭീരമാക്കുവാൻ വേണ്ടി എനിക്ക് തോന്നുന്ന ഏതാണ്ട് 1 മാസത്തോളം ഇതിന്റെ പിറകിൽ അവിരാമമായ ഒരു പ്രവർത്തന ശൈലി ഉണ്ടായിരുന്നു. നിസ്തന്ത്രമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതിലെല്ലാ വിഭാഗത്തിലെ ജീവനക്കാരും 5-6 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിലുള്ള എല്ലാവരും, നമ്മൾ കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അതിൽ ഒരുപക്ഷെ സജീവമാവാൻ കഴിയില്ല. കാരണം അവർക്ക് ഔദ്യോഗികമായ വേറെ ചില തിരക്കുകൾ ഉണ്ടാവും. പക്ഷേ വളരെ സജീവമായി നിന്ന് എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നാണ് വാസ്തവത്തിൽ ഇന്ന് ഈ സദ്ഫലം ഉണ്ടായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കൂടെ നിന്ന് എല്ലാ ജീവനക്കാരോടും സഹപ്രവർത്തകരോടും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നന്ദി പറയുകയാണ്. കൂടാതെ ഇന്ന് നമ്മുടെ സഹപ്രവർത്തകരുടെ കലാപരിപാടികളുണ്ട്. ഈ കലാപരിപാടിയുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് മാനസികമായ വൈഷമ്യങ്ങൾ, വ്യക്തിപരമായതും ഔദ്യോഗികമായതുമായ ഈ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിനൊക്കെ ഒരു
ശാന്തത കൈവരിക്കാനും സന്തോഷം ഉണ്ടാകാനും ഒക്കെ ആയിട്ടാണ് കലാപരിപാടികൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. സത്യമാഷ് എപ്പോഴും പറയാറുണ്ട്. വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ചാൽ അത് വളരെ ശരിയാണ്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഊർജം, അതൊരു സമയം കളയലല്ല, അതിൽ നിന്ന് കിട്ടുന്ന ഊർജം പിന്നീട് നമ്മുടെ ഔദ്യോഗിക വൃത്തികൾക്ക് വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം. ഞാൻ നീട്ടുന്നില്ല. എല്ലാവർക്കും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും, എൻ്റെ മുൻ ഡയറക്ടറായിരുന്ന തമ്പാ സാറ് പറഞ്ഞിരുന്നു, വെള്ളക്കുടി സാറുണ്ട്, അതുപോലെ തന്നെ സുരേഷ് പുതുകുളം, അതുപോലെ നമ്മുടെ ഗവേണിംഗ് ബോഡി മെമ്പറായ എസ് രാജേശ്വര സാറ്, എല്ലാവരും വിളിച്ചവരെല്ലാവരും, ഞാൻ ഏതാണ്ട് ഒരു 100-100-ലധികം പേരെ ഞാൻ നേരിട്ട് വിളിക്കുകയുണ്ടായി. അവരിൽ പലരും വന്നു. ചിലർക്ക് വരാൻ അസൗകര്യം, നമ്മുടെ മുൻ ഡയറക്ടർ, നമ്മുടെ മ്യൂസ് മേരി ടീച്ചർ, PS ശ്രീകല, അവർക്കൊക്കെ ഔദ്യോഗികമായ വേറെ ചില തിരക്കുകൾ ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് വരാതിരുന്നത്. ഡോക്ടർ രാജൻ വർഗീസ് ഉണ്ട്. എല്ലാവരെയും, വന്നവരെയും ഇതിനോട് സഹകരിച്ചവരെയും വാക്കുകൊണ്ടും നമ്മുടെ എല്ലാ രീതിയിലെയും നമ്മൾ ആശീർവദിക്കുകയും ചെയ്ത ഒരുപാട് പേര്, പേരെടുത്താൻ കഴിയാത്ത ഒരുപാട് പേർക്ക് എല്ലാവർക്കും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഔദ്യോഗിക പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ വേദിയിൽ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ PN ഗോപികൃഷ്ണൻ കവിയും തിരക്കഥാകൃത്തുമാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഓടക്കുഴൽ അവാർഡും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ PN ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന ഗ്രന്ഥമാണ് ഈ വർഷത്തെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. PN ഗോപികൃഷ്ണന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേരള സർക്കാരിന്റെയും അഭിനന്ദനങ്ങൾ. പാലക്കാട് സ്വദേശിയായ ഡോക്ടർ T തസ്ലിമയ്ക്കാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വർഷത്തെ ഡോക്ടർ KM ജോർജ് സ്മാരക ഗവേഷണ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. KG ജോർജിന്റെ ചലച്ചിത്രങ്ങളെ മുൻനിർത്തി കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നാണ് തസ്ലിമ PhD നേടിയത്. ഡോക്ടർ T തസ്ലിമയ്ക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേരള സർക്കാരിന്റെയും അഭിനന്ദനങ്ങൾ. ആദിവാസികളുടെ കാർഷിക സംസ്കാര സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഡോക്ടർ S ശാന്തിക്കാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ MB കുമാരൻ സ്മാരക വിവർത്തന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സാലിം അലിയുടെ വേർഡ്സ് ഫോർ ബേർഡ്സ് എന്ന കൃതിയുടെ വിവർത്തനമായ കിളിമൊഴി പക്ഷികൾക്കു വേണ്ടി 35 ഭാഷണങ്ങൾ എന്ന ഗ്രന്ഥമാണ് ഡോക്ടർ ശാന്തിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ഡോക്ടർ S ശാന്തിക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേരള സർക്കാരിന്റെയും അഭിനന്ദനങ്ങൾ.
ഹലോ ഛേ ഫ്ലോട്ട് വായി